السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, വെള്ളിയാഴ്ചകളിൽ മഗ്‌രിബിന് ശേഷമുള്ള ഈ മജ്ലിസിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സംസാരിച്ചു വന്നത് നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത്, താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ, അവർ ഖൽബ് കൊണ്ട് നമ്മൾ അമലാക്കേണ്ടുന്ന, ആന്തരികമായി നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഇബാദത്തുകൾ, മൂല്യങ്ങൾ, ആ രംഗത്ത് പാലിച്ചിരുന്ന ശ്രദ്ധയും അവരുടെ സമീപനവുമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം, അവനോടുള്ള ആദരവ്, ഇഖ്ലാസ്, സിദ്ഖ്, ഈ രംഗങ്ങളിലെ അവരുടെ നിലപാടും സമീപനങ്ങളും ആസാറുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന് തുടർച്ചയായി തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഹാലുസ്സലഫി മഅ കറാഹിയത്തി ശുഹ്റ. ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന പ്രസിദ്ധി മോഹം, അത് സലഫുകൾ എത്രത്തോളം വെറുത്തിരുന്നു എന്ന കാര്യം. ആളുകൾക്കിടയിൽ അറിയപ്പെടുക, പ്രശസ്തരാവുക, പോപ്പുലറാകുക, പ്രസിദ്ധി ആർജിക്കുക, ഇത് ഇന്ന് ഏത് സാധാരണക്കാരനെയും പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു മഹാമാരിയാണ്. പ്രത്യേകിച്ച് ഈ സാധനം ഉള്ളിടത്തോളം, അല്ല, ഇതിലെ സെൽഫിയും സോഷ്യൽ മീഡിയയും അവൻ്റെ വാട്സപ്പിലെ സ്റ്റാറ്റസും പ്രൊഫൈലും ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ആൾ ഉപയോഗിക്കുന്നത്. ആളുകൾക്ക് മുമ്പിൽ, നാലാളുകൾക്ക് മുമ്പിൽ ആളാവണം, എന്നെ കാണണം, എന്നെ കേൾക്കണം, എന്നെ അറിയണം. അപ്പം ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, ആളുകൾക്കിടയിൽ അറിയപ്പെടുക, ആളുകൾക്കിടയിൽ ആളാവുക, ഇത് ഇന്നത്തെ ആളുകളുടെ ജീവിത ലക്ഷ്യമായി അതിനുവേണ്ടി ജീവിക്കുന്ന പോലെ തോന്നും ആളുകളുടെ ഇക്കാലഘട്ടത്തിലെ ഈ രംഗത്തെ സമീപനം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനേറെ പ്രസക്തിയുണ്ട്. മഹാനായ സ്വഹാബി ബുറൈദത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഖൈബർ യുദ്ധത്തിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഖൈബറിലെ കോട്ട പിടിച്ചടക്കാൻ മുൻനിരയിലുണ്ടായിരുന്ന മഹാനായ സ്വഹാബിയാണ് ബുറൈദത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ആ ഖൈബർ യുദ്ധത്തിൽ ശക്തമായി പോരാടിയ എൻ്റെ സ്ഥാനവും പദവിയും ആളുകൾ അറിയുക, അതിൻ്റെ പേരിൽ ആളുകൾ എന്നെ അറിയുക, ആളുകൾക്കിടയിൽ ഞാൻ പ്രസിദ്ധി നേടുക എന്നത് ഫമാ അഅലമു അന്നി റകിബ്തു ഫിൽ ഇസ്ലാമി ദംബൻ അഅളമ അലയ്യ മിൻഹു. ഇസ്ലാമിൽ വന്നതിന് ശേഷം, മുസ്ലിമായതിനു ശേഷം, ഖൈബർ യുദ്ധത്തിലെ എൻ്റെ പോരാട്ടം കാരണത്താൽ ആളുകൾ എന്നെ അറിയുക എന്നതിനേക്കാൾ ഗുരുതരമായൊരു തെറ്റ് ഞാൻ ഇസ്ലാമിൽ വന്നതിന് ശേഷം ചെയ്തിട്ടില്ല. ഖൈബർ യുദ്ധത്തിൽ ജിഹാദ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്നത്. അതിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ ആളുകൾ എന്നെ അറിയാം, എനിക്ക് അതുകൊണ്ട് പ്രസിദ്ധി ലഭിക്കുക എന്നതിനേക്കാൾ ഗുരുതരമായൊരു തെറ്റ് ഞാൻ ഇസ്ലാമിൽ വന്നതിന് ശേഷം ചെയ്തിട്ടില്ല, മുസ്ലിമായിരിക്കെ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയാണ്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി പോരാടി ജിഹാദിലേർപ്പെട്ട് യുദ്ധം ചെയ്ത് അതിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്, ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്ത വ്യക്തിയാണ്, പോരാടിയ വ്യക്തിയാണ്,
എന്ന പേരിൽ അറിയപ്പെടുന്നത് അവർ ഗുരുതരമായി തെറ്റാണ് മനസ്സിലാക്കിയത്. അത് ഗുരുതരമായ തെറ്റായാണ് അവർ മനസ്സിലാക്കിയത്. അപ്പം അത്രമേൽ ആളുകൾക്കിടയിൽ അറിയപ്പെടുക എന്നത് സ്വഹാബികൾ പോലും വെറുത്തിരുന്നു എന്നാണ്. മറ്റൊരു സ്വഹാബിയാണ് ഫുലാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിൽക്കാലത്ത് മുസ്ലിമായതാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു മനുഷ്യന് വന്ന് ചോദിച്ചു, ഔസിനി റഹിമക്കല്ലാഹ്, എന്നെ താങ്കൾ ഉപദേശിച്ചാലും അള്ളാഹു താങ്കൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്ത ഒരാൾ അദ്ദേഹത്തോട് ഉപദേശം തേടി. ഫുലാല റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് 3 ഉപദേശങ്ങൾ നൽകി. ഇഹ്ഫൽ അന്നി 3 ഖിസാലിൻ യൻഫഉക അല്ലാഹു ബിഹിൻ, എന്നിൽ നിന്ന് 3 കാര്യങ്ങൾ നീ പഠിക്കുക, ഈ 3 കാര്യങ്ങൾ നിനക്ക് ഉപകാരം നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു, ഇനിസ്തതഅത അൻ തുഅരിഫ് വലാ തുഅരിഫ് ഫഫ്അൽ وإن استطعت أن تسمع ولا تتكلم فافعل وإن استطعت أن تجلس ولا يجلس إليك فافعل. ഒന്നാമത്തെ കാര്യം, നിനക്ക് നിന്നെ ആളുകൾക്കിടയിൽ അറിയിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, ആളുകൾക്കിടയിൽ നിന്നെ പരിചയപ്പെടുത്താൻ, നിന്നെക്കുറിച്ച് പറയാൻ നിനക്ക് അവസരം കിട്ടുകയാണെങ്കിൽ, ഫലാ തുഅരിഫ് ഫഫ്അൽ, നീ അവിടെ നിന്നെക്കുറിച്ച് പറയരുത്. നീ നിന്നെക്കുറിച്ച് ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ. നമ്മുടെ വല്ലിപ്പാൻ്റെ കാലം മുതൽ അങ്ങ് തുടങ്ങും, നമ്മൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെ, നമ്മൾ തറവാട് ഇവിടുത്തെ ആരായിരുന്നു എന്നറിയോ, നമ്മൾ ഇവിടുത്തെ ആരായിരുന്നു എന്നറിയോ, ഇങ്ങനെ പാരമ്പര്യം പറഞ്ഞ് അവസാനം അവനെ എങ്ങനെ പൊക്കി അവൻ തന്നെ അവനെ പൊക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. അതുപോലെയല്ല അവരുദ്ദേശിച്ചത്. നിന്നെ ആളുകൾക്കിടയിൽ പരിചയപ്പെടുത്താൻ നീ ഇന്ന ആളാണ് എന്ന നിന്റെ സ്ഥാനം ആളുകൾക്കിടയിൽ അറിയിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അറിയിക്കരുത് എന്നാണ്. സാധിക്കുമെങ്കിൽ അറിയിക്കരുത്, നീ അങ്ങനെ ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തെ ഉപദേശം, വഇൻ ഇസ്തതഅത അൻ തുസ്മിഅ വലാ തതകല്ലം, ആളുകൾ നിന്നെ കേട്ട് നിന്നിൽ ആകൃഷ്ടനായി നിന്റെ സംസാരത്തിൽ അത്ഭുതം കൊണ്ട് നിന്നെ വളരെ സംഭവമായി പ്രതീക്ഷിക്കുന്നിടത്ത് നീ ആളുകൾക്ക് മുമ്പിൽ സംസാരിക്കരുത്. വലാ തതകല്ലം, നീ അവിടെ സംസാരിക്കരുത്. കാരണം ആളുകൾ നിന്റെ സംസാരം കേട്ടിട്ട് ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും. അവിടെ നീ മിണ്ടരുത്. വഇൻ ഇസ്തതഅത അൻ തുജ്ലസ് വലാ യജ്ലിസ് ഇലൈക ഫഫ്അൽ, ആളുകൾ നിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി നിനക്ക് ചുറ്റും ഇരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നീ അവരോടൊപ്പം ഇരിക്കരുത്. കാരണം ആള് കൂടിയാൽ നീ പ്രസിദ്ധനാവും, നീ ആളുകൾക്കിടയിൽ പ്രശസ്തനാകും. അതുകൊണ്ട് നീ അവിടെ ഇരിക്കരുത്. അപ്പൊ ഈ 3 വാചകങ്ങളിലും അദ്ദേഹം ഉൾക്കൊള്ളിച്ചത് എന്താണ്? ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ നീ ആഗ്രഹിക്കരുത്, ആളുകൾക്കിടയിൽ നീ നിന്നെ കേൾപ്പിക്കാൻ നിൽക്കരുത്, ആളുകൾക്കിടയിൽ ഇരുന്ന് നീ വലിയ ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുന്നവനായി മാറരുത് എന്നാണ് അദ്ദേഹം ഉപദേശിച്ചത്. സ്വഹാബിയായ ഫുലാല ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ ഉപദേശിച്ചതാണ്. മഹാനായ ബിശ്ർ ഇബ്നു മൻസൂർ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ മസ്ജിദിൽ നിസ്കരിക്കാൻ, ദീർഘമായി നിന്ന് നിസ്കരിക്കാൻ, ആരുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യൻ വന്നു. ഇദ്ദേഹം നിസ്കരിക്കുന്ന ഇങ്ങനെ നോക്കിയിരുന്നു. ഈ മനുഷ്യൻ തന്റെ നിസ്കാരത്തെ നോക്കി തന്നിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ടു എന്ന് ബിശ്ർ ഇബ്നു മൻസൂർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് തോന്നി. പെട്ടെന്ന് അദ്ദേഹം സലാം ഏറ്റിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, ലാ യുഅ്ജിബുക മാ റഅയ്ത മിന്നി, എൻ്റെ നിസ്കാരം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടണ്ട, ഞാൻ ഭയങ്കര നിസ്കാരക്കാരനാണ്, ഞാൻ വലിയ ആബിദാണ് എന്ന് നിങ്ങൾ എന്നെ കണ്ട് അത്ഭുതപ്പെടണ്ട, തെറ്റിദ്ധരിക്കണ്ട. ഫഇന്ന ഇബ്ലീസ് ഖദ് അബദല്ലാഹ് മഅൽ മലായികതി കദാ വകദാ, സാക്ഷാൽ ഇബ്ലീസ് മലക്കുകളുടെ കൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിൽ എത്രയോ കാലം ജീവിച്ച ആളാണ് സാക്ഷാൽ ഇബ്ലീസ്. ആ ഇബ്ലീസ് ഇന്ന് ഇബ്ലീസായി. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ഇബ്ലീസിനെ ലഅനത്ത് ചെല്ലുന്ന അവസ്ഥയിലേക്ക് ഇബ്ലീസ് അധപ്പതിച്ചു. അതുകൊണ്ട് എൻ്റെ ഇബാദത്ത് കണ്ട് നീ അത്ഭുതപ്പെടണ്ട, ഞാൻ പെട്ടെന്ന് നശിക്കാൻ അധിക സമയമൊന്നും വേണ്ട. തങ്ങളുടെ നന്മ കണ്ട് അത്ഭുതപ്പെടുന്ന ആളുകളെ വിളിച്ച് ഉപദേശിച്ചതാണ് മുൻഗാമികൾ. നമ്മളെ അവസ്ഥ എന്താണ്? നമ്മൾ എന്തെങ്കിലും വല്ലപ്പോഴും ചെയ്യുന്ന നന്മയുടെ പേരിൽ അറിയപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുക.
ഇതായിരുന്നു മുൻഗാമികളുടെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നന്മ കണ്ടാൽ, നമുക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ പേരിൽ നമ്മൾ അത്ഭുതം കൂറുകയും ആ നന്മയിൽ വഞ്ചിതരായി നമ്മൾ ഉഷാറാണെന്ന് സ്വയം ധരിച്ചു വശാകുകയും ചെയ്യരുത്. അള്ളാഹു പറഞ്ഞ പോലെ ഫലാ തുസക്കു അൻഫുസകും ഹുവ അഅലമു ബിമനിത്തഖാ. നിങ്ങൾ ആത്മപ്രശംസ നടത്തരുത്. നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെ പൊക്കാൻ നിൽക്കണ്ട, സ്വയം നിങ്ങൾ പൊക്കാൻ നിൽക്കണ്ട, പുളിമ കയറാൻ നിൽക്കണ്ട. നമ്മളെ നാടൻ ഭാഷ കടെടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ടോ പ്രയോഗം? പുളിമ കയറുക, പുളിച്ചിമ കയറുക, മുച്ചിമ കയറുക. സ്വയം അതിന് നിൽക്കാൻ നിൽക്കണ്ട. കാരണം ഹുവ അഅലമു ബിമനിത്തഖാ. നിങ്ങളുടെ കൽബിൻ്റെ ഉള്ളിൽ, പുറമേക്കുള്ള ഈ കാട്ടിക്കൂട്ടലും പുറംപൂച്ചും അതല്ലല്ലോ കാര്യം. ഉള്ളിൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ കൽബിനകം നിങ്ങൾ അതിന് പ്രേരിപ്പിച്ച തഖ്വ എന്താണെന്ന് അള്ളാഹുവിനറിയാം നമ്മളെക്കാൾ. അതുകൊണ്ട് അള്ളാഹു മാർക്കിട്ടോളൂ, നമ്മൾ സ്വയം മാർക്കിടാൻ നിൽക്കണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ആയിഷ ബിയോട് ചോദിച്ചില്ലേ, ആരാണ് ഏറ്റവും വൃത്തികെട്ട ആള്? മൻ ഹുവൽ മുസി, ആരാണ് ഏറ്റവും മോശപ്പെട്ട ആള്? ആയിഷ ബി എന്താ പറഞ്ഞു? മൻ ളന്ന അന്നഹു മുഹ്സിൻ വഹുവൽ മുസി. ആരാണോ താൻ ഉഷാറാണെന്ന് വിചാരിക്കുന്നത് അവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. ഞാൻ ഉഷാറാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ, ഞാനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. അതുപോലെ ഓരോരുത്തരും താൻ ഉഷാറാണെന്ന് വിചാരിക്കുന്നുവോ അവരാണ് മോശപ്പെട്ടവർ എന്നാണ്. ഒരിക്കൽ ബിശ്ർ ബിൻ മൻസൂർ റഹിമഹുല്ല അദ്ദേഹത്തോട് അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മൾ ഇരുന്ന മജ്ലിസ് നല്ല ഖൈറിൻ്റെയും ബറക്കത്തിൻ്റെയും മജ്ലിസാണ്. നല്ല ഖൈറും ബറക്കത്തുമുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയ, ഒരുപാട് പേർ സന്നിഹിതരായ മജ്ലിസാണ്. അപ്പോൾ ബിശ്ർ ബിൻ മൻസൂർ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, നിഅമൽ മജ്ലിസ്, അതെ എത്ര നല്ല മജ്ലിസാണത്, എത്ര അനുഗ്രഹീതമായ മജ്ലിസാണ്, ഒരുപാട് പേര് ഈ മജ്ലിസിൽ പങ്കെടുത്തു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ല ബിശ്ർ ബിൻ മൻസൂർ റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞു, ചിലപ്പോഴൊക്കെ ചില മജ്ലിസുകൾ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടില്ലെങ്കിൽ, നമ്മൾ വിചാരിച്ച ആളുകൾ എത്തിയിട്ടില്ല, നമ്മൾ പറയലില്ലേ വിചാരിച്ച ആളെത്തിയില്ല, എന്നാൽ ആൾ കുറവായിരുന്നു. അർത്ഥം, അപ്പോൾ എനിക്ക് ദുഃഖമുണ്ടാകും. നമ്മൾ വിചാരിച്ച ആൾ, നമ്മൾ ഇങ്ങനെയൊക്കെ പണിയെടുത്തിട്ട് നമ്മൾ വിചാരിച്ച ആളുകൾ എത്തിയല്ലോ, ഭക്ഷണം ബാക്കിയായല്ലോ, നമ്മൾ ഒരുക്കിയ വിഭവങ്ങളൊക്കെ വേസ്റ്റ് ആയല്ലോ, അങ്ങനെ പല ന്യായങ്ങൾ നമ്മൾ പറയലുണ്ടല്ലോ. അതുപോലെ ഒരു സമാനമായ സംസാരം, ചില മജ്ലിസുകളിൽ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമം തോന്നാറുണ്ട്. അപ്പോൾ ബിശ്ർ ബിൻ മൻസൂർ റഹിമഹുല്ല അദ്ദേഹത്തെ തിരുത്തി, ഇൻ കുൻത തസ്തഹി അൻ യജ്ലിസ ഇലൈക ഉത്രുക് ഹാദൽ മജ്ലിസ്. ആളുകൾ ഒരുമിച്ച് കൂടണം, നിന്റെ അടുത്ത് ആളുകൾ ചുറ്റുമിരിക്കണം എന്ന് നീ ആഗ്രഹിച്ചിട്ടാണ് ഒരു മജ്ലിസിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മജ്ലിസിൽ നീ ഒരു മജ്ലിസ് സംഘടിപ്പിക്കുന്നത് എങ്കിൽ ഉത്രുക് ഹാദൽ മജ്ലിസ്, ആ മജ്ലിസ് നീ ഒഴിവാക്കുകയാണ് നല്ലത്. ആ മജ്ലിസിൽ നീ ഇരിക്കണ്ട, നീ ആ മജ്ലിസ് ഒഴിവാക്കുക. ആളുകൾ നിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടണം, നിന്നെ ആളുകൾ കേൾക്കണം, കാണണം, ശ്രദ്ധിക്കണം, നിന്റെ അടുത്തിരിക്കണം എന്നാഗ്രഹിച്ച് നീ മജ്ലിസ് സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ മജ്ലിസ് ഒഴിവാക്കാണ് നല്ലത്. അതുകൊണ്ട് ആളുകൾ കൂടുന്നത്, ആളുകൾ തങ്ങളെ ശ്രദ്ധിക്കുന്നത്, ആകർഷിക്കുന്നത് അവർ ഭയപ്പെട്ടിരുന്നു എന്നാണ്. മഹാനായ മുസ്ലിം ഇബ്നു യസാർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ നിസ്കാരം ഒരാൾ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ നിസ്കാരം തുടങ്ങി അവസാനിക്കുന്നത് വരെ അനങ്ങാതെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി വളരെ ഖുശൂഅോടുകൂടി അദ്ദേഹം നിസ്കരിച്ചു. ചില ആളുകളുടെ അടുത്ത് നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അടുത്തുള്ളവരുടെ നിസ്കാരം കൊള്ളാവും. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്, പ്രത്യേകിച്ച് ചില കുട്ടികൾ അവിടെ മാന്തി ഇവിടെ ചൊറിഞ്ഞ്, മുടിമ കളിച്ച്, തൊപ്പിമ കളിച്ച്, താടി ഉണ്ടെങ്കിൽ താടിമ കളിച്ച്, വാച്ച് ഉണ്ടെങ്കിൽ വാച്ച് നേരാക്കി, എല്ലാ പരിപാടിയും അവിടെയാണ്. കൈ ചുരുട്ടി, പാൻറ് മടക്കി, ഒന്നുമില്ലെങ്കിൽ ഇടത്തെ കാലുമ്മ തൂക്കി, വലത്തെ കാലുമ്മ തൂക്കി, അങ്ങനെ ഈ നിസ്കാരത്തിൽ പുറമേക്കുള്ള ഈ എന്താ പറയാ അടങ്ങാത്ത അവസ്ഥ ഉണ്ടല്ലോ, പുറമേ ഇങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചാഞ്ഞ് മാന്തി കുത്തി നിൽക്കുന്നത് കൽബ് തെറ്റുന്നതിൻ്റെ അടയാളാണ്. നമ്മുടെ ഉള്ള് ശ്രദ്ധ തെറ്റുമ്പോഴാണ് പുറമേ നമ്മളെ ശരീരം അങ്ങോട്ട് ഇങ്ങോട്ട് പാളിപ്പോവുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുസ്ലിം ഇബ്നു യസാർ റഹിമഹുല്ല അദ്ദേഹം അനങ്ങാതെ വളരെ ശ്രദ്ധയോടെ നിസ്കരിക്കുകയാണ്. അപ്പൊ അതെന്തിൻ്റെ അടയാളാണ്? പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കൽബ് വളരെ ശ്രദ്ധയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ഖുശൂഅോടുകൂടിയുള്ള നിസ്കാരത്തിന്റെ അടയാളാണത്. അപ്പൊ ഇത് മനസ്സിലാക്കിയ ഒരാൾ അദ്ദേഹത്തോട് പറയാണ്, നിങ്ങളുടെ നിസ്കാരം അത് വളരെ അടക്കത്തോടെ ദുഃഖത്തോടെയുള്ള ഖുശൂഅോടെയുള്ള
നിസ്കാരമായി എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കും, വമാ യുദ്രീകും ഐന ഖൽബി, നിങ്ങൾക്കറിയില്ലല്ലോ എൻ്റെ കൽബ് എവിടെയായിരുന്നു എന്ന്. എൻ്റെ കൽബ് നിസ്കാരത്തിൽ, എൻ്റെ പുറമേക്ക് നോക്കിയിട്ടാണല്ലോ നിങ്ങൾ എന്നെ വിലയിരുത്തിയത്. എൻ്റെ ബാഹ്യരൂപം കണ്ടിട്ടാണ് നിങ്ങൾ എനിക്ക് മാർക്കിട്ടത്. എൻ്റെ കൽബ് എവിടെയാണ് പാറിപ്പോയത് നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടണ്ട. എൻ്റെ പുറമേക്കുള്ള ഈ നിസ്കാരം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടണ്ട. നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ എന്താ പറഞ്ഞത്? സമാനമായൊരു അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ. നിസ്കാരത്തെ കണ്ട് അത്ഭുതപ്പെട്ടപ്പോൾ ദീർഘമായി നിസ്കരിക്കുന്ന സലഫുകളിൽപ്പെട്ട ഒരാളെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ലാ യുഅജിബ് കമാ റഅയ്ത് മിന്നി. ബിശ്ർ ഇബ്നു മൻസൂർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയും, ഫഇന്ന ഇബ്ലീസ് ഖദ അബദ അല്ലാഹ മഅൽ മലായികതി കദാ വകദാ. എൻ്റെ നിസ്കാരം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടണ്ട. ഇബ്ലീസ് ഒരുപാട് കാലം മലക്കുകളോടൊപ്പം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് സ്വർഗ്ഗത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ട് എൻ്റെ നിസ്കാരം കണ്ട് അത്ഭുതം കൂറണ്ട. ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇൻ കാനൂ ലയക്റഹൂന ഇദ ഇജ്തമഉ അൻ യുഖ്രിജ അർ-റജുൽ അഹ്സന ഹദീസഹു ഔ ഖാല അഹ്സന മാ ഇൻദഹു. ആളുകളോടൊപ്പം ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ആളുകൾക്ക് വേണ്ടി ഏറ്റവും നല്ല സംസാരം പ്രകടിപ്പിക്കുന്ന, അവരടുത്തുള്ള ഏറ്റവും നല്ലത് ആളുകൾക്ക് മുമ്പിൽ വിളമ്പുന്ന ആളുകൾ അവരതിനെ വെറുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന്. നാലാൾ കൂടുമ്പോൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആളുകൾ നമ്മൾ കേൾക്കാനും, ഇത് ഈ പറയുന്ന ഞാൻ ആദ്യം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നിങ്ങളെ മുമ്പിൽ മൈക്കുമ്മൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകളാണല്ലോ. ഈ വിഷയത്തിൽ നിങ്ങളെക്കാൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുൽ മുസ്തആൻ. ആളുകൾ അവരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഏറ്റവും നന്നായി അവതരിപ്പിക്കാനും ഏറ്റവും നല്ല സംസാരം കാഴ്ചവെക്കാനും ആഗ്രഹിച്ചുകൊണ്ട് ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുക എന്നത് ലക്ഷ്യമാക്കുന്നത് അവർ വെറുത്തിരുന്നെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കാൻ വേണ്ടി, ആളുകൾ തന്നിൽ ആകർഷിക്കാൻ വേണ്ടി നന്നായി അവതരിപ്പിക്കുക, നന്നായി സംസാരിക്കുക. ഇങ്ങനെ ആളുകളുടെ ശ്രദ്ധ ലക്ഷ്യമാക്കി പണിയെടുക്കുന്നവർ അതിനെ വെറുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്. ഒരിക്കൽ അൽ-ഇമാം അഅ്മശ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇബ്രാഹിം അൻ-നഖഈയെ കുറിച്ച് പറയാണ്. ഇബ്രാഹിം അൻ-നഖഈ അദ്ദേഹം ശുഹറത്ത്, ആളുകൾക്കിടയിൽ അറിയപ്പെടുക, പോപ്പുലറാവുക, പ്രസിദ്ധി നേടുക എന്നത് വളരെ ഭയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്തെങ്കിലും ഒരു ഇൽമിന്റെ മജ്ലിസിൽ, ഒരു മസ്ജിദിൽ ആളുകൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാനിരിക്കുകയാണെങ്കിൽ ഒരു തൂണിന് നേരെ ഇരിക്കൂല. കാരണം എന്താ? തൂണിന് മുമ്പിൽ തൂണിൻ ചാരി അല്ലെങ്കിൽ തൂണിനരികിൽ നിന്ന് ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുമല്ലോ. മസ്ജിദിലെ തൂണുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അപ്പൊ തൂണിനരികിലിരുന്നാൽ ആ തൂണിലരികിലിരിക്കുന്ന ആളെ ശ്രദ്ധിക്കും. അപ്പൊ കാര്യപ്പെട്ട ഒരാളാണ് എന്ന് ശ്രദ്ധ പതിയാതിരിക്കാൻ വേണ്ടി മസ്ജിദിൽ ഇൽമിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുകയാണെങ്കിൽ വരെ തൂണിലേക്ക് ചാരിയോ അല്ലെങ്കിൽ തൂണിന്റെ അരികിൽ അദ്ദേഹം ഇരിക്കില്ല. وكان إذا سئل عن مسألة لم يزد عن جواب مسألته. അദ്ദേഹത്തോട് എന്തെങ്കിലും മസ്അലയിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കപ്പെട്ടാൽ അദ്ദേഹം ആ ഉത്തരം അറിയുമെങ്കിൽ ആ മസ്അലയുടെ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം പറഞ്ഞ് അവിടെ നിർത്തും. കൂടുതൽ ഒരു ലഫ്ളും പറയില്ല എന്നാണ്. എന്തെങ്കിലും ഒരു മസ്അല സംശയം ചോദിക്കപ്പെട്ടാൽ അതിനുള്ള ഉത്തരം മാത്രം പറയും, കൂടുതലൊരു വാക്കും അദ്ദേഹം പറയില്ല. അപ്പൊ ഈ ഇമാം അൽ-അഅ്മശ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അങ്ങനെ ഒരു മസ്അല അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം മറുപടി മാത്രം പറഞ്ഞതിനുള്ള മറുപടി മാത്രം പറഞ്ഞ് മിണ്ടാതിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അലൈസ ഫീഹി കദാ വകദാ, ഈ മസ്അലയിൽ ഇന്ന വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ, അതിനോടനുബന്ധമായി വേറെ വിഷയങ്ങളുണ്ടല്ലോ, കദാ വകദാ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ലം യസ്അൽനി അൻ ഹാദാ, ആ ചോദിച്ച വ്യക്തി അതല്ല ഉദ്ദേശിച്ചത്, ചോദിച്ച ആൾ അത് ഉദ്ദേശിച്ചിട്ടല്ല ചോദിച്ചത്. ഇപ്പൊ സാധാരണക്കാരൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള മറുപടി പറഞ്ഞാൽ മതി. ഇതിനപ്പുറത്ത് ഈ വിഷയത്തിൽ ഇങ്ങനെ ഖിലാഫുണ്ട്, ആ ആലിം ഇങ്ങനെ മറുപടി പറഞ്ഞിട്ടുണ്ട്, വേറെ ആലിം ഇങ്ങനെ റദ്ദ് പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ന കിതാബിലുണ്ട്, എന്നിട്ട് ആ പണ്ഡിതന്റെ ചരിത്രം അതങ്ങനെ ഇങ്ങനെ നീട്ടിപ്പറ്റി പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആവശ്യമുള്ളത് അവർക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പോ ഇമാം അഅ്മശ് ചോദിച്ച ഏത് അടിസ്ഥാനത്തിലാണ്? അദ്ദേഹം ഇൽമുള്ള ആളാണ്, സാധാരണക്കാരുടെ നിലവാരത്തിലുള്ള ആളല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അത് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ലല്ലോ, ചോദിച്ച വ്യക്തിക്ക് അത് ആവശ്യമില്ലല്ലോ, അദ്ദേഹം ചോദിച്ചുള്ള മറുപടി നൽകി. ഇങ്ങനെ വളരെ പരിമിതമായി ആവശ്യമുള്ളത് മാത്രം ആളുകൾക്ക് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും. അതിനപ്പുറത്ത് കൂടുതൽ സംസാരിച്ച് അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴവും പരപ്പൊക്കെ ആളുകൾക്ക് മുമ്പിൽ തുറന്നു വെക്കുന്ന അവസ്ഥയായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം
ഇപ്പം നമ്മളെക്കാൾ ദീനിയായ നിലവാരം കുറഞ്ഞ ആളുകൾ, സാധാരണക്കാർ, അല്ലെങ്കിൽ നമുക്ക് അറിവുള്ള വിഷയത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ആ ചോദിച്ചതിന് മാത്രം മറുപടി പറയാം, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അറിയില്ല എന്ന് പറയാം. ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്. എത്രത്തോളം ആ വിഷയം അതിന്റെ പരമ്പര സ്ഥിരപ്പെട്ടതാണെന്നറിയില്ല, പറഞ്ഞ് കേൾക്കാറുണ്ട് സാധാരണയായി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ ഒരു വശത്തും, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം ലാ അദ്രി, എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞ അത് കുറിച്ചു വെക്കുകയാണെങ്കിൽ അതൊരു വശത്തും തൂക്കി നോക്കുക. അതായത് ചോദിക്കപ്പെട്ട മറുപടിക്ക് അദ്ദേഹം അറിയില്ല എന്ന് ഉത്തരം പറഞ്ഞതൊക്കെ ക്രോഡീകരിച്ച് എഴുതി വെച്ച് ഗ്രന്ഥരൂപത്തിലാക്കി ഒരു വശത്ത് വെക്കുക. അദ്ദേഹം എഴുതിയ കിതാബുകൾ ഒരു വശത്ത് വെക്കുക. ഇത് രണ്ടും തൂക്കി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അറിയില്ല എന്ന മറുപടി പറയുന്നതായിരിക്കും കൂടുതൽ കാനം തോന്നുക. ആരാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹു, ഇമാം സുന്ന എന്നറിയപ്പെട്ട ഇമാം അഹ്മദിന്റെ അവസ്ഥയാണ്. നമ്മളോ ഒരു വിവരമില്ല, ഒരു അന്തമില്ലെങ്കിലും എന്തും നമുക്ക് ദീനിന്റെ പേരിൽ പറയാൻ ഒരു മടിയില്ല. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വരെ ഇതാണ് നമ്മളെ അവസ്ഥ. ഇൽമിന്റെ എന്തെങ്കിലും ഒരു തുമ്പുണ്ടെങ്കിൽ, ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു തുമ്പുണ്ടെങ്കിൽ അത് വലിച്ചു നീട്ടി പരത്തി അതിങ്ങനെ തലങ്ങും വലങ്ങും സർവ്വണം നടത്തുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ അവസ്ഥ. സാധാരണ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ ഉസൂൽ സലാസ പറയുമ്പോൾ അതവിടെ വരും ഇൻഷാ അല്ലാഹ്, എങ്കിലും സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്. ഒരു സംഗതി നമുക്ക് ഇൽമുണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ താരീഫായി പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇദ്റാഖു ശൈ അലാ മാ ഹുവ അലൈഹി ഇദ്റാഖൻ ജാദിമൻ. ഒരു കാര്യം എങ്ങനെയാണോ അതങ്ങനെ തന്നെ മനസ്സിലാക്കുക, അതെങ്ങനെയാണോ അതങ്ങനെ തന്നെ കൃത്യമായി മനസ്സിലാക്കുന്നതിനാണ് അറിവ് എന്ന് പറയാം. അവിടെ അതൊരു ധാരണ, അതല്ലെങ്കിൽ ഒരു ഊഹം, അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും, സംശയം, ഇതൊന്നും പാടില്ല. കൃത്യമായത് എങ്ങനെയുള്ളത് അത് തെളിവുകൾ സഹിതം മനസ്സിലാക്കി അത് ഉറപ്പുവരുത്തി അത് അമൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ. അതാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാർ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുമായിരുന്നു. ആവശ്യമുള്ളത് മാത്രം മിണ്ടും, അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കും എന്നുള്ളതാണ്. ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം ആളുകൾ തന്നെ കുറിച്ച് പറയുന്നത് വെറുക്കുന്നു, അത് തന്നെ പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ അദ്ദേഹത്തെ ഉപദേശിച്ചു, ഇൻ കുൻത തംലികുഹു ഫമാ ഉബാലി അല്ലാ അഅതദ് ബിക. ആളുകൾ നിന്നെക്കുറിച്ചുള്ളതാണ് പറയുന്നത്, അതിന്റെ പേരിലാണ് താങ്കൾ പേടിക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല, അത് നല്ല കാര്യമാണ്. ആളുകൾ നമ്മളിലുള്ളൊരു ഗുണത്തെ പറ്റിയാണ് പറയുന്നത്, അത് പറയുമ്പോൾ പേടി തോന്നുകയാണ്, അതിന്റെ പേരിൽ പേടി തോന്നുകയാണെങ്കിൽ അത് നല്ല കാര്യം. വഇൻ കുൻത ലാ തംലികുഹു ഫഖദ് ഖാലഫ്ത മൻ ഹുവ ഖൈറുൻ മിൻ. ഇനി നിങ്ങളിൽ ഇല്ലാത്തതിന്റെ പേരിലാണ് നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത്, അപ്പം നിങ്ങൾ അവിടെ പേടിക്കുകയാണ്, അത് നിങ്ങളെക്കാൾ ഉത്തമരായ ആളുകളുടെ മാർഗത്തിനെതിരാണ്. അതായത് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് നമ്മളവിടെ പേടി പ്രകടിപ്പിക്കുക. നമ്മളില്ലാത്ത കാര്യത്തിന്റെ പേരിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിലുള്ളത് പറഞ്ഞാലാണ് നമ്മൾ പേടിക്കേണ്ടത്, കാരണം അത് നമ്മളെ വഞ്ചിച്ചു കളയും. നമ്മളിലുള്ള കാര്യങ്ങൾ ആളുകൾ പറയുമ്പോൾ നമ്മൾ പേടിക്കുകയാണ് വേണ്ടത്. ചില ആളുകൾ അവരിലില്ലാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് നമ്മളെന്താ അവിടെ ചെയ്യേണ്ടത്? അത് ഞാൻ ചെയ്യാത്ത കാര്യം അവിടെ പറയണം, അതിന്റെ പേരിൽ നമ്മൾ മിണ്ടാതെന്ന് പേടിച്ച് മാറി നിൽക്കലല്ലോ വേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? നമ്മളിലുള്ള ഒരു കാര്യം ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് പേടി ഉണ്ടാവണം. നമ്മളിലില്ലാത്ത കാര്യം പറഞ്ഞാൽ അതില്ലാത്ത കാര്യം നമ്മളവിടെ പറയണം. ഏതായാലും ഇരുന്നോട്ടെ, നമ്മൾ ചെയ്യാത്തതിന്റെ ക്രെഡിറ്റ് കിട്ടിക്കോട്ടെ എന്നാണ് നമ്മൾ വിനയം കാണിക്കുകയല്ല അവിടെ വേണ്ടത്, അവിടെ നമ്മൾ തിരുത്തണം. മഹാനായ ഇബ്രാഹിം അൻ-നഖഈ അതുപോലെ തന്നെ അൽ ഹസൻ അൽ ബസ്രി റഹിമഹുമല്ലാഹ് രണ്ടുപേരും പറഞ്ഞൊരു വാചകമാണ്, കഫാ ബിൽ മർഇ ശർറൻ അൻ യുശാറ ഇലൈഹി ബിൽ അസാബി' ഫീ ദീനിൻ ഔ ദുനിയ ഇല്ലാ മൻ അസമല്ലാഹ്. ഒരു മനുഷ്യന് ഷർറായി മതി
അവനിലേക്ക് ആളുകൾ അവന്റെ ദീനിന്റെ വിഷയത്തിലോ ദുനിയാവിന്റെ വിഷയത്തിലോ വിരൽ ചൂണ്ടുക എന്നുള്ളത്. കണ്ടോ, ആ മനുഷ്യൻ വളരെ ദീനിയായ ഉഷാറാണ്, അയാളുണ്ടല്ലോ വലിയ പൈസക്കാരനാണ്, സമ്പന്നനാണ്. ഇങ്ങനെ തന്റെ ദീനിന്റെയോ ദുനിയാവിന്റെയോ വിഷയത്തിൽ ആളുകൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ അത് മതി ഒരു മനുഷ്യനെ ഷർറായിട്ട്. ഇല്ലാമൻ അസമല്ലാ, അള്ളാഹു സുരക്ഷിതരാക്കിയവരൊഴികെ, അള്ളാഹു സംരക്ഷിച്ച ഈ വിഷയത്തിൽ റിയാവും പ്രസിദ്ധിമോഹമൊന്നും ആഗ്രഹിക്കാത്ത ശരിയായ ഖലാസുള്ള ആളുകൾ ഒഴികെ, അതല്ലാത്ത അധികം ആളുകളും അവർക്ക് ഷർറായി അത് മതി. ആളുകൾ തന്നെ കുറിച്ച് പറയുന്നുണ്ട്, തന്റെ ദുനിയാവിന്റെ പേരിൽ തന്നെ വലിയ സംഭവമായി ചിത്രീകരിക്കുന്നുണ്ട്, തന്റെ ദീനിന്റെ പേരിൽ തന്നെ വലിയ സംഭവമായി കാണുന്നുണ്ടെന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ അവനത് മതി ഷർറായിട്ട്. അവന്റെ ദീനും ദുനിയാവും നശിക്കാൻ അത് മതി. എന്നിട്ട് അദ്ദേഹം പറയാണ്, അത്തഖ്വ ഹാഹുന യൂമു ഇലാ സദ്രിഹി സലാസ് മർറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ തഖ്വ എന്നുള്ളത് ഇവിടെയാണ്. അതല്ലാതെ ഒരാളുടെ പുറമേക്കുള്ള പ്രകടനങ്ങളിലല്ല എന്ന് 3 തവണ ഹൃദയത്തിലേക്ക് ചൂണ്ടിയവർ പറഞ്ഞു എന്നാണ്. അപ്പൊ തഖ്വ ആളുകളുടെ ഉള്ളകമാണ് അള്ളാഹു പരിഗണിക്കുന്നത്, അതല്ലാതെ പുറമേക്കുള്ള പ്രകടനങ്ങളല്ല. അതുകൊണ്ട് ഒരാളെയും അത്ഭുതപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ്. മഹാനായ അൽഖമ റഹിമഹുല്ലാ, അദ്ദേഹം താബിഈങ്ങളിലെ കിബാറുകളിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, ലൗ സല്ലൈത്, അൽഖമ റഹിമഹുല്ലയോട് അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് റഹിമഹുല്ല അദ്ദേഹം പറയാണ്, ലൗ സല്ലൈത ഫിൽ മസ്ജിദ് വജലസ്നാ മഅക ഫതുസ്അൽ, ഞങ്ങൾ നിങ്ങളോടൊപ്പം മസ്ജിദിൽ നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളോടൊപ്പം കൂടിയിരിക്കുകയും നിങ്ങളോട് ദീനിയായ വിഷയങ്ങളിൽ ചോദിക്കുകയും ചെയ്താൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, ഉക്രിഹ്, ഞാനത് വെറുക്കുന്നു. അയ്യുഖാല ഹാദാ അൽഖമ, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ഇത് അൽഖമയിൽ നിന്ന് കിട്ടിയാണ്, ഇത് അൽഖമയാണ്, അതല്ലെങ്കിൽ ഈ വിഷയം ഞങ്ങൾ അൽഖമയിൽ നിന്ന് പഠിച്ചതാണ് എന്ന് നിങ്ങൾ അതിനുശേഷം എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ വെറുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇരിക്കാം. അദ്ദേഹം പറയാൻ, മഹാനായ താബിഈങ്ങളിലെ ശ്രേഷ്ഠനായ അൽഖമ റഹിമഹുല്ലയുടെ വാചകമാണിത്. ആളുകൾ കൂടിയിരുന്ന് സംശയം ചോദിച്ച് ദീനിന്റെ വിഷയങ്ങൾ പഠിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വച്ച ഷർത്താണ്, നിങ്ങളിത് പഠിച്ചിട്ട് പോയിട്ട് ഇത് അൽഖമയിൽ നിന്ന് കിട്ടിയതാണ്, അൽഖമയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് അറിവ് പകർന്നത് അൽഖമയാണ് എന്ന് എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ പാടി നടക്കുന്നത് ഞാൻ വെറുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ദുഖിർതു വമാ ഉഹിബ്ബു അൻ ഉദ്കർ, എന്നെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു, എന്നെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടു, ഞാൻ എന്നെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, മാ അഹബ്ബല്ലാഹു അബ്ദൻ ഇല്ലാ അഹബ്ബ അല്ലാ യുശ്അറ ബി, അറിയപ്പെടാൻ ആളുകൾ തന്നെ അറിയുന്നത് ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ അള്ളാഹു ഇഷ്ടപ്പെടും. ആരാണോ തന്നെ ആളുകൾ അറിയുന്നത് ഇഷ്ടപ്പെടാതിരിക്കുന്നത് അവനെ അള്ളാഹു ഇഷ്ടപ്പെടും. ആളുകൾ തന്നെ കുറിച്ച് അറിയണം, ആളുകൾ തന്നെ മനസ്സിലാക്കണം, ആളുകൾ തന്നെ ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾ, അത് ഇഷ്ടപ്പെടുന്ന ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ല അദ്ദേഹം പറയാണ്. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, മാ സ്വദഖ അബ്ദുൻ ഖത്തു ഫഅഹബ്ബ ശുഹ്റ, ആളുകൾ തന്നെ അറിയണമെന്ന പ്രസിദ്ധി മോഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവനൊരിക്കലും സത്യസന്ധനാവുകയില്ല. ആളുകൾ തന്നെ അറിയണമെന്ന ഇഷ്ടമുള്ള വ്യക്തി, ആഗ്രഹമുള്ള വ്യക്തി അവനൊരിക്കലും സത്യസന്ധനാവുകയില്ല എന്നാണ്. ഇമാം അദ്ദഹബി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അലാമത്തുൽ മുഖ്ലിസ് അല്ലദീ ഖദ് യുഹിബ്ബു ശുഹ്റതൻ വലാ യശ്ഉറു ബിഹാ അന്നഹു ഇദാ ഊതിബ ഫീ ദാലിക ലാ യഹ്റദ് വലാ യുബർരി നഫ്സഹു ബൽ യഅ്തരിഫ്. ഒരു ഇഖ്ലാസുള്ള വ്യക്തി, അവന് ചിലപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ആളുകൾ ശ്രദ്ധിക്കണം, കേൾക്കണം എന്ന പ്രസിദ്ധി മോഹം അവന്റെ മനസ്സിൽ ചിലപ്പോൾ കടന്നു വരും, അറിയാതെ. അങ്ങനെ അറിയാതെ അവന്റെ വിഷയത്തിൽ പ്രസിദ്ധി മോഹം കടന്നു വന്നാൽ, അവൻ ആ വിഷയത്തിൽ ആക്ഷേപിക്കപ്പെട്ടാൽ, ആരെങ്കിലും നിങ്ങളാ ചെയ്ത് ശരിയായില്ല, നിങ്ങളത് ആളാവാൻ വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അവിടെ മിണ്ടാതിരിക്കണമായിരുന്നു, ഇങ്ങനെ അറിയാതെ, നമ്മൾ അറിയാതെ ആളുകൾക്കിടയിൽ ആളാവുന്ന അവസ്ഥ ആരെങ്കിലും നമ്മോട് സൂചിപ്പിച്ചാൽ, ആ വിഷയത്തിൽ നമുക്ക് ആരെങ്കിലും ഉപദേശം തന്നാൽ നമ്മളത് തടയരുത്, നമ്മളത് സ്വീകരിക്കണം.
നമ്മുടെ നഫ്സ് അതിൽ നിന്ന് ഒഴിവാണ്. ഞാനങ്ങനെ പ്രസിദ്ധി മോഹം ആഗ്രഹിക്കുന്നവനല്ല എന്ന് നമ്മളെക്കുറിച്ച് വിചാരിക്കരുത്. നമുക്കത് സംഭവിക്കും. ബൽ യഅ്തരിഫ്, നമ്മളത് തിരിച്ചറിയണം. ഇത് ഇഖ്ലാസ് ഉള്ളവരുടെ പണിയാണ്, ഇഖ്ലാസ് ഉള്ളവരുടെ അടയാളാണ്. എന്നാൽ ഇഖ്ലാസ് ഇല്ലാത്തവനോ? ഇഖ്ലാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രസിദ്ധി മോഹം, ആളുകൾ അറിയണം, ആളുകൾ തന്നെ കേൾക്കണം എന്ന മോഹമൊന്നും ഇല്ലാതിരിക്കാനാണല്ലോ ഇഖ്ലാസ്. ശുഹ്റത്തും റിയാഉം സുമഅത്തും ഇതില്ലാതിരിക്കുക എന്നുള്ളതാണ് ഇഖ്ലാസിന്റെ അടയാളം. ഇനി അറിയാതെ അത് കടന്നു വന്നാൽ നമ്മൾ തിരിച്ചറിയണം, ഇത് ഞാൻ ചെയ്തത് ഇഖ്ലാസിന്റെ പണിയല്ല, അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണല്ലോ, ആളുകൾ എന്നെ കാണാൻ വേണ്ടിയാണല്ലോ, ആളുകൾ എന്നെ കേൾക്കാൻ വേണ്ടിയാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് ഇഖ്ലാസിന്റെ അടയാളം. എങ്ങാനും ഇത്തരത്തിലുള്ള ആളുകൾ കാണണം, കേൾക്കണം, അറിയണമെന്ന പ്രസിദ്ധി മോഹം കടന്നു വന്നാൽ, അതല്ലെങ്കിൽ ആ വിഷയത്തിൽ ആരെങ്കിലും നമ്മളെ ആക്ഷേപിച്ചാൽ നമ്മൾ തിരിച്ചറിയണം, എനിക്ക് ആ സ്വഭാവമൊന്നുമില്ല, ഞാൻ വളരെ ഉഷാറാണ് എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. അത് ഇഖ്ലാസിന്റെ അടയാളമാണ് എന്ന് ഇമാം അസ്സഹബി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, റഹിമല്ലാഹു മൻ അഹ്ദാ ഇലയ്യ ഉയൂബി, എന്റെ കുറവുകൾ എനിക്ക് സമ്മാനമായി നൽകുന്നവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മേന്മകളും എൻ്റെ പോരിശകളും പറഞ്ഞ് എനിക്ക് ഹദിയ തന്നു പോകുന്നതല്ല, മറിച്ച് എൻ്റെ കുറവുകൾ എനിക്ക് സമ്മാനമായി നൽകുന്നവൻ, എൻ്റെ കുറവുകൾ എന്നോട് സൂചിപ്പിക്കുന്നവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യട്ടെ. വലം യകുൻ മുഅ്ജിബൻ ബിനഫ്സിഹി ലാ യശ്ഉറു ബിഉയൂബിഹാ. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ എൻ്റെ കുറവുകൾ എന്നോട് പറയുന്നവർ അവർ സ്വന്തം കുറവുകൾ മനസ്സിലാക്കാത്തവരായി മാറരുത്. അവർ സ്വന്തം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വളരെ ഉഷാറാണെന്ന് വിചാരിച്ചിട്ടല്ല എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കുറവുകൾ സൂചിപ്പിക്കേണ്ടത്. സ്വയം അത്ഭുതം കൂറാത്തവരായി, സ്വന്തം കുറവുകൾ തിരിച്ചറിയാത്തവരായിട്ടല്ല എൻ്റെ അടുത്ത് എൻ്റെ കുറവുകൾ വന്ന് പറയേണ്ടത്. സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറാതെ സ്വന്തം കുറവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ കുറവുകൾ എനിക്ക് സമ്മാനമായി നൽകുന്നവർക്ക് അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ബല്ലാ യശ്ഉർ അന്നഹു ലാ യശ്ഉർ, പക്ഷേ സ്വന്തം കുറവുകൾ തിരിച്ചറിയാത്തവൻ, എനിക്കൊരു കുറവില്ല എന്ന് തിരിച്ചറിയാത്തവൻ, ഫഇന്ന ഹാദാ ദാഉൻ മുസ്മിൻ, അവന് ബാധിച്ച രോഗം വളരെ ഗുരുതരമായ മാരകമായ രോഗമാണ്. സാധാരണ പണ്ഡിതന്മാർക്കിടയിൽ പറയലുണ്ട്, ഒരാളുടെ കുറവ് അയാൾക്ക് കുറവായിട്ട് മനസ്സിലാകാതിരിക്കുന്ന ഈ പറഞ്ഞ പോലെ ദാഉൻ മുസ്മിൻ, അത് മാരകമായ രോഗമാണ്. എൻ്റെ കുറവ് എനിക്ക് മനസ്സിലാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ മാരകമായ രോഗമാണ്. ഈ കുറവ് അത് വളരെ ഉഷാറായ സംഭവമാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിലോ, എനിക്ക് കുറവില്ല, ആ കുറവ് തന്നെ എൻ്റെ കുറവ് തന്നെ എൻ്റെ മേന്മയാണ് എന്നൊരാൾ മനസ്സിലാക്കണമെങ്കിലോ, അതിനിപ്പോൾ നമ്മളെന്താ പറയാ, അത് മഹാദുരന്താണ്. സ്വന്തം കുറവ്, ഞാൻ കുറവുള്ളവനാണ്, എനിക്ക് പ്രശ്നമുണ്ട്, ഞാൻ തിരുത്തപ്പെടേണ്ടവനാണ്, ഞാൻ അത്ര ഉഷാറൊന്നല്ല എന്ന് തിരിച്ചറിയാതിരിക്കൽ എന്നെ വലിയ രോഗമാണ്. ഇനി ആ കുറവ് അതെന്റെ മേന്മയാണ് എന്നൊരാൾ മനസ്സിലാക്കുകയാണെങ്കിലോ, അത് മഹാദുരന്തമാണെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുറവുകൾ ആരെങ്കിലും നമ്മോട് സൂചിപ്പിച്ചാൽ നമ്മളത് തിരുത്താൻ തയ്യാറാവണം, നമ്മൾ സ്വീകരിക്കണം. അതല്ല എങ്കിൽ അത് വളരെ ഗുരുതരമായ രോഗമാണ്, കാലാകാലം ചികിത്സിച്ചാലും മാറാത്ത മാരകമായ രോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഉഹിബ്ബു അൻ അഅരിഫ അന്നാസ് വലാ യഅരിഫൂനി, ജനങ്ങൾ എന്നെ അറിയണമെന്ന് എപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ അറിയാതെ പോയി. അദ്ദേഹം വിനയത്തോടെ പറഞ്ഞാണ്, മുൻഗാമികൾ സുഫിയാൻ സൗരി റഹിമഹുല്ലയെ പോലെയുള്ള ഈ പറയപ്പെട്ട മുൻഗാമികൾ ആരും പ്രസിദ്ധി മോഹവും കീർത്തിയും പ്രശസ്തിയും ആഗ്രഹിച്ച് പണിയെടുത്തവരോ ദീൻ പ്രചരിപ്പിച്ചവരോ അല്ല, മറിച്ച് അവരവരെ വിനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. എപ്പോഴൊക്കെ ആളുകൾ എന്നെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ആളുകൾക്കിടയിൽ ഞാൻ അറിയാതെ പോയി എന്നാണ്. ഇത് നമ്മളിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കുക. നമ്മളെപ്പോൾ ആളുകൾക്കിടയിൽ ആളാവണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ആളുകൾക്കിടയിൽ വഷളാവും, ആളുകൾക്കിടയിൽ നമ്മൾ അറിയാതെ പോകും. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം ഷോ ഓഫാണ്, എല്ലാം പ്രകടനപരതയാണ്. ആളുകൾക്ക് മുമ്പിൽ എന്തും ഏതും അത് കാഴ്ചവെക്കുക, പ്രദർശിപ്പിക്കുക എന്നത് ഈ സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഉപയോഗപ്പെടുത്തിയ ആളുകൾ അതിന് അഡിക്റ്റായിരിക്കുകയാണ്. വയസ്സായ ആളുകൾ വരെ എന്നും എന്തെങ്കിലുമൊക്കെ എൻ്റെ സ്റ്റാറ്റസും എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും വഴി എന്നെക്കുറിച്ച് എൻ്റെ കാര്യങ്ങൾ മാലോകരെ അറിയിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് നോക്കൂ നിങ്ങൾ, യുവാക്കളും വീട്ടിലെ സ്ത്രീകളും അതുപോലെ തന്നെ എല്ലാ പ്രായത്തിലുള്ള ആളുകളും ഈ ജാതി
അവനവൻ്റെ ഡെയിലി ലൈഫ് അത് വ്ളോഗായി പകർത്തി യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കി എല്ലാ പേക്കൂത്തും അതങ്ങനെ അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് പകർത്തി അത് ചാനലാക്കി അത് വ്ളോഗാക്കി വിടുന്നവരെ പിന്നാലെയാണ്. സിനിമയിനേക്കാൾ അഡിക്ഷനാണ് ആ രംഗത്ത്, സ്ത്രീകൾ പ്രത്യേകിച്ച്. ഇത് ആളുകൾക്കിടയിൽ ആളാകുക, പ്രശസ്തി നേടുക, പ്രസിദ്ധി മോഹം ആഗ്രഹിക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളമാണ്. ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല, അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ വന്നു. അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ല അദ്ദേഹത്തോടൊപ്പം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ യാത്രയാണ്. അങ്ങനെ അവർ യാത്രക്കിടയിൽ ആളുകൾ വെള്ളം കോരി കുടിക്കുന്ന സ്ഥലത്തെത്തി. ആളുകൾ യാത്രക്കിടയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെത്തി. അവിടെ ജനങ്ങൾ തിങ്ങിക്കൂടുകയാണ്, തിക്കും തിരക്കാണ്. അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ല അന്ന് ജീവിച്ചിരിക്കുന്ന അറിയപ്പെട്ട ഇമാമാണ്, പണ്ഡിതനാണ്, ആലിമാണ്. അദ്ദേഹം ആളുകൾക്കിടയിൽ ആ തിക്കിനും തിരക്കിനിടയിൽ വരി നിന്ന് കാത്തുനിന്ന് അവസാനം അദ്ദേഹത്തിൻ്റെ ഊഴമെത്തി അദ്ദേഹം വെള്ളം കുടിച്ചു. വലം യഅരിഫു നാസ്, ജനങ്ങളിൽ ഒരാളും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. സാധാരണക്കാർക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാധാരണ അങ്ങനെ എന്തെങ്കിലും രംഗങ്ങൾ ഉണ്ടെങ്കിൽ വലിയ ആലിമും പണ്ഡിതനും ആളുകൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് പെട്ടെന്ന് വഴിവിട്ടു കൊടുക്കും, സ്വീകരിച്ചിരുത്തും, അദ്ദേഹത്തിന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ഇതല്ല, ആ തിക്കിനും തിരക്കിനിടയിൽ അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഊഴമെത്തി വെള്ളം കുടിച്ചു. അതിനെന്താ ഒരാൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല, ആരും അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം അവിടുന്ന് വെള്ളം കുടിച്ച് കഷ്ടപ്പെട്ട് തിരിച്ചു വന്നിട്ട് തൻ്റെ ശിഷ്യനോട് പറയാണ്, ഖാലലി, ശിഷ്യൻ പറയുകയാണ്, മൽ ഐഷു ഇല്ല ഹക്കദ, ജീവിതം ഇങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെയല്ലാതെ ഇതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഹൈസു ലം നുഅറഫ് വലം നുവഖർ, നമ്മളെ ആളുകൾ ആരും അറിയാതെ, നമ്മൾ ആദരിക്കപ്പെടാതെ, നമ്മളിങ്ങനെ സാധാരണക്കാരായി ഇങ്ങനെ ജീവിച്ചു മരിച്ചാൽ എത്ര നന്നായിരുന്നേനെ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഇതാണ് മുൻഗാമികളായ ഇമാമുകളും മുസ്ലിം ഉമ്മത്തിന്റെ നേതാക്കന്മാരും ആഗ്രഹിച്ചത്. എന്നാൽ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ നേതാക്കന്മാരുടെ അവസ്ഥ എന്താണ്? ഒരു ചെറിയ സ്ഥാനം, 4 ആളുകളെ നയിക്കുന്ന ഒരു ഇമാമത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇന്നത്തെ ആളുകളുടെ അവസ്ഥ? ഒരു കുടുംബത്തിന്റെ, ഒരു തറവാടിന്റെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ കാരണവന്മാരുടെ അവസ്ഥ? ഒരു സ്ഥാപനത്തിന്റെ, അതല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുണ്ടായാൽ, ഒരു സംഘടനയുടെ, ഒരു കൂട്ടായ്മയുടെ, ഒരു പ്രസ്ഥാനത്തിന്റെ, എന്താണ് ഇന്നത്തെ ആളുകളുടെ അവസ്ഥ? അതുകൊണ്ട് സഹോദരങ്ങളെ, ലോക പ്രശസ്തരായ ഇമാമികളുടെ ചരിത്രമാണിത്. ആരും അറിയാതെ സാധാരണക്കാരായി ജീവിച്ചു മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവരൊന്നും ഇന്നറിയപ്പെടാതിരുന്നിട്ടുണ്ടോ? ഇന്നും അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുകയാണ്. മറ്റൊരു ചരിത്രത്തിൽ കാണാം, അബദത്ത് ബിൻ സുലൈമാൻ റഹിമഹുല്ല അദ്ദേഹം പറയണം, ഞങ്ങളൊരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലയോടൊപ്പം, അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ല അദ്ദേഹം ആലിമായിരുന്നു, ഇമാമായിരുന്നു, മുഹദ്ദിസായിരുന്നു, ഫഖീഹായിരുന്നു, അതേപോലെ തന്നെ ജാഹിദായിരുന്നു. ഇതൊക്കെ ആയിരുന്നിട്ടും മുജാഹിദായിരുന്നു, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്തിരുന്ന പോരാളിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം റോമ നാട്ടിലേക്ക് പുറപ്പെട്ടു, റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ. അന്നത്തെ റോമൻ നാടുകളിൽ യുദ്ധത്തിനു വേണ്ടി അവർ പുറപ്പെട്ടു. അങ്ങനെ ശത്രു സംഘവും മുസ്ലിമീങ്ങളും തമ്മിൽ അഭിമുഖമായി നിന്നു. അവർ യുദ്ധത്തിന് അടർക്കളത്തിൽ അഭിമുഖമായി നിന്നു, സഫ് കെട്ടി. അങ്ങനെ ശത്രുപക്ഷത്തു നിന്ന് ഒരാൾ മുന്നോട്ട് വന്നു. എന്നിട്ട് മുസ്ലിമീങ്ങളുടെ സഫിന് നേരെ നിന്നിട്ട് ആ ശത്രു പറഞ്ഞു, വെല്ലുവിളിച്ചു, ആരാണ് എന്നോട് മല്ലടിക്കാനുള്ളത്? ആരാണ് എന്നോട് ദന്തയുദ്ധത്തിൽ ഏർപ്പെടാനുള്ളത്? അങ്ങനെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോയി. ഫഖറജ ഇലൈഹി റജുലുൻ ഫഖതല, മുസ്ലിമീങ്ങളിൽ ഒന്നാമതായി അയാളുമായി ദ്വന്ദ്വയുദ്ധത്തിന്, മൽപ്പിടുത്തത്തിന് പോയ ആളെ അദ്ദേഹം അലർത്തിയടിച്ചു കൊന്നു, വധിച്ചു കളഞ്ഞു. രണ്ടാമതൊരാൾ പോയി മുസ്ലിം പക്ഷത്ത് നിന്ന്, അയാളെയും ശത്രുപക്ഷത്തെ ആൾ കൊന്നു. മൂന്നാമതൊരാൾ പോയി, അദ്ദേഹത്തെയും ശത്രു വകവരുത്തി. വീണ്ടും അയാൾ അഹങ്കാരത്തോടെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് നിന്ന്
ഒരു മിന്നൽ പിണർ കണക്കെ മുഖത്ത് ഒരു മുഖം മൂടി, അതല്ലെങ്കിൽ ഒരു മുഖം മറക്കാൻ വേണ്ടി ഒരു കർച്ചീഫ്, അതല്ലെങ്കിൽ ഒരു തുണി ചുറ്റിക്കെട്ടി ഒരു മിന്നൽ പിണർ കണക്കെ ശത്രുവിന് നേരെ ആഞ്ഞു കുതിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തെ മലർത്തിയടിച്ചു കുത്തി വീഴ്ത്തി, ആ ശത്രുവിനെ വകവരുത്തി. ഇത് കണ്ടപ്പോൾ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ചുറ്റും തടിച്ചുകൂടി. അപ്പോൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ആബദത്ത് ബിൻ സുലൈമാൻ അൽ മർവസി റഹിമഹുല്ല അദ്ദേഹം പറയാണ്, ഞാൻ നോക്കി, എനിക്ക് മനസ്സിലായത് അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലയാണെന്ന്. അദ്ദേഹം തൻ്റെ മുഖം അദ്ദേഹത്തിൻ്റെ ഒരു തൂവാല കൊണ്ട് മറച്ചിട്ടുണ്ട്, ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ തൂവാലയുടെ ഒരറ്റം പിടിച്ച് വലിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖം വെളിവായി. ശരിക്കും എനിക്ക് ഉറപ്പായി, ഫഇദാ ഹുവ. ഇത് കണ്ടപ്പോൾ അദ്ദേഹം വളരെ ഗൗരവത്തിൽ ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞു, വഅൻത യാ അബാ അംർ മിമ്മൻ യുശന്നിഉ അലൈന. ഓ അബു അംർ, അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ജനങ്ങൾക്കിടയിൽ നീ എന്നെ വഷളാക്കുകയാണോ? ജനങ്ങൾക്കിടയിൽ ഏറ്റവും അഭിമാനിയായി അറിയപ്പെടുന്നവനായി പ്രശസ്തി ലഭിക്കാനും പുകഴ്ത്തപ്പെടാനും കിട്ടിയ അവസരമാണ്. അതിനവരെന്താ മനസ്സിലാക്കി? ജനങ്ങൾക്കിടയിൽ നീ എന്നെ വഷളാക്കുകയാണോ? ഈ ശത്രുവിനെ വകവരുത്തി മുസ്ലിമീങ്ങൾക്ക് വിജയത്തിന് തുടക്കം കുറിച്ചത് ഞാനാണ് എന്ന ആളുകൾ അറിയാതിരിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അറിയപ്പെടുന്നത് വഷളത്തരമാണെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയതെന്നാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ചരിത്രമാണിത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇബ്നു മുബാറക് റഹിമഹുല്ലാ ഹാറൂൺ റഷീദ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഹാറൂൺ റഷീദ് കൊട്ടാരത്തിൽ വന്നപ്പോൾ ദീർഘദൂരം യാത്ര നടത്തി. അദ്ദേഹം കൊട്ടാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ആനയിക്കാൻ ആരുമില്ല. ഇബ്നു മുബാറക് റഹിമഹുല്ലാ വർഷങ്ങൾക്ക് ശേഷം അവിടെ ദർസെടുക്കാൻ വന്നിരിക്കുകയാണ്. ജനങ്ങളുടെ ആരവും തെരുവിലെ തിരക്കും ബഹളവും കണ്ടപ്പോൾ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് ഹാറൂൺ റഷീദിന്റെ ഉമ്മ അംഗരക്ഷകരോട് ചോദിക്കുകയാണ്, കൊട്ടാരത്തിൽ കാവൽ നിൽക്കുന്ന അംഗരക്ഷകർ, എന്താണ് അവിടെ? അവർ പറയാണ്, ഇബ്നുൽ മുബാറക് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ആളുകൾക്ക് ദീൻ പഠിപ്പിക്കാൻ ഹദീസ് പറഞ്ഞു കൊടുക്കാൻ വന്നിട്ടുണ്ട്, അതിന്റെ തിരക്കാണ്. അതാണ് ഹാറൂനെ സ്വീകരിക്കാൻ ഇവിടെ ആളില്ലാതെ പോയത്. അപ്പൊ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലയെ പറ്റി ഹാറൂൺ റഷീദിന്റെ ഉമ്മ പറഞ്ഞ വാചകമുണ്ട്, ഹാദൽ മുൽക്ക്, അതാണ് രാജാധിപത്യം, അതാണ്, അദ്ദേഹമാണ് രാജാവ്, ഹാറൂനല്ല. പടയാളികളെ കൊണ്ടും സൈനികരെ കൊണ്ടും അംഗരക്ഷകരെ കൊണ്ടും ദുനിയാവ് വെട്ടിപ്പിടിക്കുന്ന ഹാറൂനിന്റെ രാജാധികാരമല്ല യഥാർത്ഥ രാജാധികാരം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പ്രസിദ്ധി ആഗ്രഹിക്കാതെ പ്രസിദ്ധി നേടിയവർ, പ്രസിദ്ധി മോഹമില്ലാതെ പ്രസിദ്ധി ആർജിച്ചവർ, ഇവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ആ ഇബ്നുൽ മുബാറക്കിനെ പറ്റിയാണ് ഈ പറഞ്ഞത് നമ്മൾ. പക്ഷെ അദ്ദേഹം അന്നും അറിയപ്പെട്ടു. ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഇത്തരത്തിലുള്ള ഇമാമിയങ്ങളെ ഉലമാക്കളെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. റഹിമഹുമുല്ലാഹു അജ്മഈൻ. ഇതാണ് നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥ. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മൻ അഹബ്ബ അൻ യുദ്കർ ലം യദ്കുർ വമൻ കരിഹ അൻ യുദ്കർ ദുകിർ. ആരാണോ എന്നെ ആളുകൾ പറയണം, എന്നെക്കുറിച്ച് ചർച്ചയാക്കണം, ഞാൻ പരാമർശിക്കപ്പെടണം, നാലാളുകൾക്ക് മുമ്പിൽ പറയപ്പെടുന്ന ആളായി മാറണമെന്ന് ആഗ്രഹിക്കുന്നത്, അവൻ വിസ്മൃതിയിലാണ്ട് പോകും. അവനെക്കുറിച്ച് ആളുകൾ പറയാത്ത അവസ്ഥ ഉണ്ടാവും. ആരാണോ തന്നെക്കുറിച്ച് പറയപ്പെടുന്നത് വെറുക്കുന്നത്, ദുഃഖിർ, അവനെക്കുറിച്ച് ആളുകൾ പറയപ്പെടും. ഇമാമികളുടെ ചരിത്രമൊക്കെ അതിന് ഉദാഹരണമാണ്. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അവസാനം അദ്ദേഹത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്, അത് തന്നെ വലിയ ഉദാഹരണമാണ്. അദ്ദേഹം ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന വെറുത്തു, അദ്ദേഹം അറിയപ്പെട്ടു, അന്നും അറിയപ്പെട്ടു, ഇന്നും അറിയപ്പെടുന്നു. അന്നത്തെ വലിയ ഖലീഫമാരെക്കാൾ അറിയപ്പെടുന്ന, രാജാധിപത്യം വാഴ്ത്തപ്പെടുന്ന വ്യക്തിയായി വരെ, അവരുടെ കൊട്ടാരത്തിലെ സ്ത്രീകൾ വരെ വാഴ്ത്തുന്ന വ്യക്തിയായി അദ്ദേഹം മാറി. ഇന്നും അവർ വാഴ്ത്തപ്പെടുന്നു. അതുകൊണ്ട് ആളുകൾ അറിയണം എന്നാഗ്രഹിക്കുന്നവർ അവർ വിസ്മൃതിയിലാണ്ടുപോകും. വഖാല അയ്ളൻ റഹിമഹുല്ലാ, ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം തന്നെ മറ്റൊരിക്കൽ പറഞ്ഞു, ഇൻ ഖദർത അല്ലാ തഅരിഫ് ഫഅൽ. നിന്നെ ആളുകൾക്ക് മുമ്പിൽ അറിയപ്പെടാതിരിക്കാൻ, ആളുകൾ നിന്നെ അറിയാതിരിക്കാൻ പണിയെടുക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ പണിയെടുത്തോ. ആളുകൾ അറിയാതെ നീ പണിയെടുത്തോ സാധിക്കുമെങ്കിൽ. വമാ അലൈക ഇല്ലം യസ്ന അലൈക വമാ അലൈക ഇല്ലം യസ്നു അലൈക വമാ അലൈക അൻ തകൂന മദ്മൂമൻ ഇൻദ الناس. ആളുകൾ നിന്നെ പുകഴ്ത്തിയില്ലെങ്കിൽ നിനക്കൊരു പ്രശ്നമില്ല. ആളുകൾക്കിടയിൽ നീ ആക്ഷേപിക്കപ്പെട്ടവനായി തരം താഴ്ത്തപ്പെട്ടവനായാലും നിനക്കൊരു പ്രശ്നമില്ല. അല്ലെ, ആളുകൾ എന്നെക്കുറിച്ച് നല്ല വിചാരിക്കണം,
ആളുകൾ എന്നെക്കുറിച്ച് നല്ല പറയണം, എന്നെക്കുറിച്ച് ആരും മോശം വിചാരിക്കരുത് എന്ന ആ പദവി നേടാൻ വേണ്ടിയിട്ടാണ് ആളുകൾക്ക് മുമ്പിൽ ആളാവുന്നത്. അപ്പൊ ആളുകൾ നിന്നെ പുകഴ്ത്തിയില്ലെങ്കിലും വേണ്ടില്ല, ആളുകൾ നിന്നെ ആക്ഷേപിച്ചാലും വേണ്ടില്ല, ഇദാ കുൻത ഇൻദല്ലാഹി മഹ്മൂദൻ, അള്ളാന്റെ അടുക്കൽ നീ പ്രശംസിക്കപ്പെട്ടവനാണെങ്കിൽ അതൊന്നും നിനക്കൊരു വിഷയമേ അല്ല. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ആളുകൾ അറിയാതെ നീ പണിയെടുത്തോ, എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും, ആളുകൾ നിന്നെ ഇഷ്ടപ്പെടും എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്. ഒരിക്കൽ ശുറൈഹ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാ അദ്ദേഹം ഉബയ്യ് ആയിദ് അൽ അസ്ദി റഹിമഹുല്ലാ, ഉബയ്യ് ആയിദ് അൽ അസ്ദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ അബ്ദല്ലാഹ് ലൗ അഹ്യൈത സുന്നതൻ ഖദ് തറകഹ അന്നാസ് ഇർഖാഅ തറഫ അൽ ഇമാമത്തി മിൻ അൽ ജാനിബ് അൽ ഐസർ. ശുറൈഹ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഉബയ്യ് ആയിദ് അൽ അസ്ദി റഹിമഹുല്ലയോട് പറയാണ്, ഓ അബു അബ്ദില്ല, ജനങ്ങൾ ഉപേക്ഷിച്ച, ജനങ്ങൾക്ക് മറന്നുപോയ ഒരു സുന്നത്തിനെ താങ്കൾ പുതുതായി ചെയ്യുകയാണെങ്കിൽ, അതിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ, ഹയാത്താക്കുകയാണെങ്കിൽ, ഇർഖാഅ തറഫിൽ ഇമാമത്തി മിനൽ ജാനിബിൽ ഐസർ, നിങ്ങൾ തലയിൽ കെട്ടിയിട്ടുള്ള ഇമാമത്തുണ്ടല്ലോ, തലയെക്കെട്ട്, അത് ഇടത്തെ അറ്റത്തുനിന്ന് വലിച്ചു താഴ്ത്തിക്കിട്ടോളി, എന്നിട്ട് ആ സുന്നത്ത് നടപ്പിലാക്കിക്കോളി. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കാൻ, ആളുകൾ മറന്നുപോയ ഈ സുന്നത്ത് ഹയാത്താക്കുന്നത് നിങ്ങളാണ് എന്ന് തിരിച്ചറിയാതിരിക്കാൻ. ആളുകൾക്ക് സുന്നത്ത് മനസ്സിലായാൽ മതിയല്ലോ, ആരാണത് ചെയ്തതെന്ന് അറിയണ്ട. അപ്പൊ നിങ്ങളെ തിരിച്ചറിയാതിരിക്കാൻ നിങ്ങളെ തലയിൽ കെട്ടിയ തലപ്പാവിന്റെ ഒരറ്റം മുഖത്തുകൂടി താഴ്ത്തിയിട്ടോളി, ആളുകൾ നിങ്ങളെ തിരിച്ചറിയാതിരിക്കാൻ. നമ്മളോ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കണം ആളുകൾക്ക് മുമ്പിൽ ആദ്യം ഷെയർ ചെയ്യുന്ന ആള്, നമ്മളായിരിക്കണം ആളുകൾക്ക് മുമ്പിൽ ആദ്യം എത്തിക്കുന്ന ആൾ. അതിനു വേണ്ടിയുള്ള കോമ്പറ്റീഷനാണ് ഇന്നത്തെ ദഅവ രംഗം വരെ. എന്തെങ്കിലും ഒരു പുതിയ വിഷയം ഉണ്ടായാൽ നമ്മുടെ പാർട്ടി, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സംഘം അതിന് ആദ്യം മറുപടി കൊടുക്കണം. നമ്മളായിരിക്കണം ആ വിഷയത്തിൽ ആദ്യം പ്രതികരിക്കുന്നവർ. ഇത് മാലോകരെ ബോധിപ്പിക്കാൻ വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടിയല്ല ദഅവത്ത്, അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് മാലോകരെ ബോധിപ്പിക്കാൻ വേണ്ടി. ഇന്ന് ദീനി പ്രബോധനം വരെ അത്തരത്തിൽ തരംതാണിരിക്കുകയാണ്. ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥ. അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു, യബ്ന അഖി മാ കാന അഹ്സനുഹാ തറകഹ അന്നാസു ഫതറക്നാഹാ. ജനങ്ങൾ ചെയ്യാത്തത് നമ്മൾ ചെയ്യുന്നില്ല, അതെത്ര അഹ്സനാണ് എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ ഒരു വാജിബായത് ഒഴിവാക്കി നമ്മൾ ആ വാജിബ് ഒഴിവാക്കുക, ജനങ്ങൾ ഒരു ഹറാമ് ചെയ്താൽ നമ്മളത് ചെയ്യുക, അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ജനങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ രൂപത്തിൽ അവർക്കറിയാത്ത സുന്നത്തുകൾ, പുതിയ കാര്യങ്ങൾ, അത് ജനങ്ങൾക്കിടയിൽ ആളാകാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യാതിരിക്കലാണ്. ജനങ്ങളത് ചെയ്യുന്നില്ല, നമ്മളും അവർക്കിടയിൽ അത് ചെയ്യുന്നില്ല, നമ്മളത് രഹസ്യമായി നിർവഹിക്കുന്നു. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, അത് വേറെ വിഷയം. പക്ഷെ ആളുകൾക്കിടയിൽ ആളാകാൻ വേണ്ടി പുതിയ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, പുതിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ പറഞ്ഞ ആളാവുക, ആ പരിപാടി ഒഴിവാക്കൽ എത്ര നല്ല കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയണം, മാ ഉഹിബ്ബു അൻ ഉഅറഫ ഫീ ഖൈരിൻ വലാ ശർരിൻ. ഒരു നന്മ ആളുകൾക്കിടയിൽ ചെയ്തിട്ടോ ഒരു ഷർറ് ആളുകൾക്കിടയിൽ ചെയ്തിട്ടോ ഞാൻ അറിയപ്പെടുന്നത് ഞാൻ വെറുക്കുന്നു. അതായത് തിന്മ ചെയ്തിട്ട് ആളുകൾക്കിടയിൽ കുപ്രസിദ്ധി നേടുക എന്നുള്ള എല്ലാവരും വെറുക്കും അല്ലേ? ഒരു മോശത്തരം ചെയ്തിട്ട് ആളുകൾക്കിടയിൽ അവന് അതിൻ്റെ ആളാണ്, അത് കുപ്രസിദ്ധി. അതുപോലെ തന്നെ നന്മ ചെയ്ത് പ്രസിദ്ധി നേടുന്നത് ഞാൻ ഒരുപോലെ വെറുക്കുന്നു. അപ്പൊ തിന്മയുടെ വിഷയത്തിലാകട്ടെ നന്മയുടെ വിഷയത്തിലാകട്ടെ ഒരുപോലെ ആളുകൾക്കിടയിൽ അറിയപ്പെടുക എന്നത് ഞാൻ വെറുക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ശുറൈഹ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാ അദ്ദേഹം പറയാം. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. സഹോദരങ്ങളെ, സാധാരണ നമ്മൾ ആളുകൾക്കിടയിൽ മോശത്തരം കൊണ്ട് അറിയപ്പെടുന്നത് വെറുക്കും, പക്ഷേ ഖൈർ കൊണ്ട് അറിയപ്പെടുന്നത് നമ്മൾ ഇഷ്ടപ്പെടും. മുൻഗാമികൾ മോശത്തരം കൊണ്ട് അറിയപ്പെടുന്നത് പോലെ തന്നെ ഖൈർ കൊണ്ട് അറിയപ്പെടുന്നതും ആളുകൾക്കിടയിൽ പ്രസിദ്ധി ലഭിക്കുന്നതും ആഗ്രഹിക്കാതെ സംഭവിക്കുന്നത്. മുൻഗാമികൾക്ക് ഈ പ്രശസ്തിയും അതുപോലെ തന്നെ ഈ പ്രസിദ്ധിയുമൊക്കെ അവരാഗ്രഹിക്കാതെ കൈവന്നതാണ്. പക്ഷെ അത് ആഗ്രഹിക്കുക എന്ന് നമ്മളെ നിയ്യത്തിനെ ബാധിക്കുന്നതാണ്, നമ്മളെ ഇഖ്ലാസിനെ ബാധിക്കുന്നത്. അതാണ് നമ്മളെ ചർച്ചാ വിഷയം.
ആളുകൾക്കിടയിൽ ആഗ്രഹിക്കാതെ അറിയപ്പെടുക എന്നുള്ളത് അത് സുത്യർഹമായ കാര്യമാണ്. എന്നാൽ ആളുകൾക്കിടയിൽ എന്നെ അറിയണം, എനിക്കൊരു ഖൈറുണ്ടെങ്കിൽ ആ ഖൈറിന്റെ പേരിൽ ഞാൻ പ്രസിദ്ധനാകണം, ഞാൻ പ്രശസ്തനാകണം എന്ന മോഹം അത് ഇഖ്ലാസിനെ നശിപ്പിക്കുന്നതാണ്, അത് തൗഹീദിന് ഭംഗം വരുത്തുന്നതാണ്. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പൊ ഷർറ് കൊണ്ട് ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നത് ഒരു മോശത്തരത്തിന്റെ പേരിൽ ഞാൻ കുപ്രസിദ്ധി നേടുന്നത് ഞാൻ വെറുക്കുന്നുവെങ്കിൽ, അതുപോലെ ഖൈറിന്റെ പേരിൽ ഞാൻ അറിയപ്പെടുന്നതും ഞാൻ ആഗ്രഹിക്കരുത്, ഞാൻ വെറുക്കണം. ആഗ്രഹിക്കാതെ അതൊന്നും ഞാൻ ഖൈർ, പക്ഷെ ഒരിക്കലും നമുക്ക് അതിനോടുള്ള ആഗ്രഹം ഉണ്ടാകരുത്, മോഹമുണ്ടാകരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവപ്പെട്ട കാര്യം. മഹാനായ സുഹ്നൂൻ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, നമ്മുടെ മുൻഗാമികൾ ചിലർ അവരൊരു സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ അവർ ചിന്തിക്കും, ഈ സംസാരം കേൾക്കുന്ന ആളുകൾക്ക് ഉപകാരമുള്ളതാണോ, എൻ്റെ മുമ്പിലിരിക്കുന്ന അധികം ആളുകൾക്കും ഇത് ഉപകാരമുണ്ടോ എങ്കിൽ അവരെ സംസാരിക്കും. അതുകൊണ്ട് ഉപകാരമല്ലേ, അതെത്ര ഖൈറാണെങ്കിലും ഫയഹ്ബിസുഹ, അവരും മിണ്ടാതിരിക്കും. ഖൈറാണ്, ദീനാണ്, പക്ഷെ ആളുകൾക്ക് അതുകൊണ്ട് ഉപകാരമല്ല, ആ സ്ഥലത്ത് ആ സന്ദർഭത്തിൽ ആ സാഹചര്യത്തിൽ യോജിച്ചതല്ല. അവിടെ അത് പറയാന്നുള്ളത് ആളാവാൻ വേണ്ടി സംസാരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഫയഹ്ബിസുഹ, അത്തരം രംഗങ്ങളിൽ അവർ നാവിനെ പിടിച്ചു വെക്കുന്നതാണ്. വലാ യതകല്ലമു ബിഹ, അവരതുകൊണ്ട് സംസാരിക്കുകയില്ല. മഖാഫത്തൽ മുബാഹ, ആളുകൾക്കിടയിൽ ആളാകുക എന്ന പേടി കാരണം. അപ്പൊ എന്തെങ്കിലും ദീനിയായ ഖൈറായ സംസാരം നടത്തുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചിന്തിക്കണം, ഇതിവിടെ പറയുന്നുണ്ട് ഉപകാരമുണ്ടോ, ഇതിവിടെ പറയുന്നത് മസ്ലഹത്താണോ, നന്മയാണോ, എങ്കിൽ മാത്രം അവിടെ മിണ്ടുക. ദീനാണ് ഖൈറാണെന്ന് എല്ലായിടത്തും പോയി മിണ്ടാന്നാണോ? അങ്ങനെയല്ല. അത് എല്ലായിടത്തും പോയി നമ്മൾ സംസാരിക്കുക എന്നുള്ളത് ആളാകുന്നതിന് സമാനമാണ് എന്ന് പണ്ഡിതന്മാർ, മുൻഗാമികൾ, സലഫുകൾ വെറുത്തു എന്നാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഇമാം അബുൽ ആലിയ റഹിമഹുല്ലാ വലിയ ഇമാമാണ്, ആലിമാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് 4 ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഇരുന്നാൽ, അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയാൽ 4 ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയാൽ ഖാമ ഫതറകഹും, അദ്ദേഹം എണിച്ചു പോകുന്നതാണ്, അവിടെ ഇരിക്കാതെ എണിച്ചു പോകുന്നു. 4 കൂടുതൽ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആളുകൾക്കിടയിൽ അറിയപ്പെടുമോ എന്ന പേടി കാരണത്താൽ 4 ആളുകൾ കൂടുതൽ അദ്ദേഹത്തിന്റെ അരികിൽ കൂടിയാൽ ഇമാം അബുൽ ആലിയ റഹിമഹുല്ലാ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമായിരുന്നു, എണിച്ചു പോകുമായിരുന്നു. ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ ബസറയിലേക്ക് യാത്ര പോയി. ബസറയിലുള്ള ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാരാണെന്ന് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ളവരോട് ചോദിച്ചു. ബസറയെക്കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു. ഫദുല്ലനി അല അഫ്ളൽ റജുൽ ബിഹ, ബസറയിലെ ഏറ്റവും ശ്രേഷ്ഠനായ പണ്ഡിതനാരാണ് എന്ന് ചോദിച്ചു. അപ്പോ അക്കാലഘട്ടത്തിലെ ഉലമാക്കൾ പറഞ്ഞു, അലൈക ബി മുഹമ്മദ് ഇബ്നു യൂസുഫ് അൽ ഇസ്ബഹാനി, മുഹമ്മദ് ഇബ്നു യൂസുഫ് അൽ ഇസ്ബഹാനി എന്ന് പറയപ്പെടുന്ന വലിയ പണ്ഡിതനുണ്ട് അവിടെ, അദ്ദേഹത്തെ താങ്കൾ പോയി കാണുക. അപ്പൊ ബസറയിൽ അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്, അദ്ദേഹത്തിന്റെ പ്രദേശം ഏതാണ് എന്നൊക്കെ കൃത്യമായി ചോദിച്ചറിഞ്ഞ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ല ബസറയിലെത്തി, അദ്ദേഹത്തിന്റെ നാട്ടിലെത്തി. അദ്ദേഹത്തിന്റെ നാട്ടിൽ പലരോടും ചോദിച്ചു, പക്ഷെ പലർക്കും അദ്ദേഹത്തെ അറിയില്ല, അദ്ദേഹത്തിന്റെ പേരറിയില്ല. അവസാനം മുഹമ്മദ് ബിൻ യൂസുഫ് അൽ ഇസ്ബഹാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹം എത്തി. എന്നിട്ട് പറഞ്ഞു, മിൻ ഫദ്ലിക ലാ തഅരിഫ്, താങ്കളുടെ ഏറ്റവും വലിയ ഫദ്ലാണ്, ശ്രേഷ്ഠതയാണ് താങ്കൾ അറിയപ്പെടാതെ പോയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തെ ആളുകൾ, ജനങ്ങൾക്കിടയിലുള്ള ആളുകൾ, ഇമാം മുഖ്ബിൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയലുണ്ട്, ഇമാം മുഖ്ബിൽ റഹിമഹുല്ല സൗദിയിൽ പഠിച്ച് വലിയ ആലിമായി നാട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ മുമ്പ്, അദ്ദേഹം ആദ്യം ജുമാ ഖുത്ബ നടത്തിയത് അദ്ദേഹത്തിന്റെ വീടിനരികിലുള്ള മരത്തിന്റെ ചോട്ടിലാണ്. മുഴുവൻ ഷിയാക്കൾ തിങ്ങി നിറഞ്ഞ നാടാണ്. അദ്ദേഹം ജുമാ നടത്തിയത് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു മരത്തിന് ചുവട്ടിലാണ്. അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ബന്ധുക്കളെ, വിരലിലെണ്ണാവുന്ന ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അങ്ങനെ അവിടെ ദഅവത്ത് ആരംഭിച്ച അദ്ദേഹത്തിന് ആദ്യം അവിടെ ഒരു മസ്ജിദ് പണിയാൻ അവസരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള യമനിലുള്ള അദ്ദേഹത്തിന്റെ കബീലയിൽപ്പെട്ട ഒരു വ്യക്തി, ഒരു സമ്പന്നൻ ജർമ്മനിയിൽ പോയി കച്ചവടത്തിന് വേണ്ടി. ജർമ്മനിയിൽ അക്കാലഘട്ടത്തിൽ അങ്ങനെ ജർമ്മനിയിലുള്ള സൗദിയിൽ നിന്ന് പഠിച്ച തുല്ലാബുകൾ, വിദ്യാർത്ഥികൾ
അദ്ദേഹം ഷെയ്ഖ് മുഖബിലിന്റെ നാട്ടിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ, ഷെയ്ഖ് മുഖബിലല്ല, യമനിലെ വാദിയയിൽ നിന്നാണ്, ആ പ്രദേശത്താണെന്ന് അറിഞ്ഞപ്പോൾ ഈ വ്യക്തിയോട് ചോദിച്ചു, ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം ഷിയായി അല്ല, സുന്നിയാണ്. ഈ വ്യക്തി, ഈ യമനിയായിട്ടുള്ള കച്ചവടക്കാരൻ സുന്നിയാണ്, ഷിയല്ല. അദ്ദേഹത്തോട് ചോദിച്ചു, സലഫിയാണ്, നിങ്ങൾ ഷെയ്ഖ് മുഖബിലിനെ അറിയുമോ? അദ്ദേഹത്തിന് ഷെയ്ഖ് മുഖബിലിന്റെ പേര് പോലും അറിയില്ല. അങ്ങനെ അദ്ദേഹം ജർമ്മനിയിലുള്ള സലഫികളായിട്ടുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം നാട്ടിൽ തിരിച്ചെത്തി, ഷെയ്ഖ് മുഖബിലിനെ കണ്ടു. എന്നിട്ടാണ് അവിടെ ആദ്യമായി ഒരു മസ്ജിദ് പണിയാനുള്ള ഓഫർ കൊടുക്കുന്നത്. അവിടെയും അത്ഭുതം നമുക്ക് കാണാം. ഷെയ്ഖ് മുഖബിൽ അദ്ദേഹത്തിന്റെ വീട് ഈ വ്യക്തി കാണുകയുണ്ടായി. ഈ പൈസക്കാരൻ ഷെയ്ഖിന്റെ വീടിനെ പറ്റി പറയപ്പെട്ടത് അന്ന് കിളിക്കൂട് പോലെ ഇരുന്നാറ്. അതിന്റെ മേൽക്കൂര ഇങ്ങനെ മരക്കമ്പ് വെച്ചിട്ട്, കിളിക്കൂട് അങ്ങനെയാണല്ലോ, മഴ പെയ്താൽ ചോരും, അങ്ങനെ കിളിക്കൂട് പോലെ ഇരുന്ന അദ്ദേഹത്തിന്റെ വീട്. അപ്പൊ ഇത് കണ്ടപ്പോ ഈ സമ്പന്നനായ വ്യക്തിക്ക് പ്രയാസമുണ്ടായി. അദ്ദേഹം ഒരു പൈസ കൊടുത്തിട്ട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക്, ഞാൻ എൻ്റെ കച്ചവട യാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങളൊരു നല്ല വീട് പണിയണം എന്ന് പറഞ്ഞു. പൈസ കൊടുത്തില്ല. നിങ്ങൾക്കൊരു വീട് ഞാൻ ഓഫർ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഷർത്തുണ്ട്, നിങ്ങൾ ആ പൈസ എൻ്റെ കയ്യിൽ തരണം. നിങ്ങൾ എനിക്ക് വീട് പണിഞ്ഞ് തരുന്നതിന് പകരം ആ പൈസ എൻ്റെ കയ്യിൽ, ഞാൻ വീട് പണിതോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പൈസ വാങ്ങി വെച്ചു. പിറ്റത്തെ പ്രാവശ്യം ഇദ്ദേഹം കച്ചവട യാത്ര കഴിഞ്ഞ് വന്നു, ഷെയ്ഖിൻ്റെ അടുത്ത് വന്നു. ഷെയ്ഖിൻ്റെ വീട് പഴയ പോലെ തന്നെ. എവിടെ ഞാൻ തന്ന പൈസ? നിങ്ങൾ വീട് പണിയെന്ന് പറഞ്ഞിട്ട് വീട് പണിതില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അപ്പുറത്ത് വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, മൻ ബന ബൈത്തൻ ഫീ സബീലില്ല ബനല്ലാഹു ബൈത്തൻ ഫിൽ ജന്ന. അപ്പുറത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഒരു പള്ളി ഞാൻ പണിതിട്ടുണ്ട്, വീട് പണിതിട്ടുണ്ട്. ഇത് അള്ളാഹ്ക്ക് വേണ്ടി പണിത വീടാണ്, എനിക്ക് സ്വർഗത്തിൽ അള്ളാഹു വീട് പകരം നൽകും. ആ പൈസ കൊണ്ടാണ് അവിടെ പള്ളി പണിത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം ഇങ്ങനെ അറിയപ്പെടാതെ തങ്ങളുടെ ദഅവത്തും ഇൽമും അതിൻ്റെ പ്രചാരണവും ആരംഭിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. ഈ അടുത്ത കാലത്ത് മരിച്ച ഷെയ്ഖ് മുഖബിൽ ബിൻ ഹാദി അൽ വാദിഇ റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രം വരെ നമുക്കതിനുള്ള ഉദാഹരണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ല മുഹമ്മദ് ബിൻ യൂസുഫ് അൽ അസ്ബഹാനി റഹിമഹുല്ലയെ തേടിപ്പോയി. അദ്ദേഹത്തിന്റെ നാട്ടിൽ ആർക്കും അറിയില്ല. അദ്ദേഹം ബസറയിൽ അറിയപ്പെട്ട ആലിമാരാണെന്ന് ലോക പണ്ഡിതന്മാരോട് കൂടിയാലോചിച്ചിട്ടാണ് പോയത്. പക്ഷെ നാട്ടിലെ ആളുകൾക്ക് അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളെ ആളുകൾ അറിയാത്തതാണ് നിങ്ങളുടെ ഫضൽ, നിങ്ങളുടെ പോരിഷ എന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. ബിശ്ർ ബിൻ ഹാരിസ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ലാ അഅലമു റജുലൻ അഹബ്ബ അൻ യഅരിഫ ഇല്ലാ ദഹബ ദീനഹു വഫ്തദഹ. താൻ അറിയപ്പെടാൻ ഏതൊരു മനുഷ്യൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അവന്റെ ദീന് പോയി അവൻ നശിച്ചവനായിട്ടല്ലാതെ ഞാൻ അവൻ അറിയില്ല. നോക്കൂ നിങ്ങൾ, വളരെ ഗൗരവമുള്ളവർ. ആരെങ്കിലും താൻ അറിയപ്പെടാൻ, എന്നെ ആളുകൾ അറിയപ്പെടണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് മോഹിച്ച് ജീവിക്കുന്നുണ്ടോ അവന്റെ ദീനിന്റെ പേരിൽ എന്നെ ആളുകൾ അറിയണം, ആളുകൾക്കിടയിൽ ഞാൻ പ്രശസ്തരാകണം എന്നാരെങ്കിലും ആഗ്രഹിച്ച് ജീവിച്ചിട്ടുണ്ടോ അവരുടെ ദീനും പോയിട്ടുണ്ട്, അവരാളുകൾക്കിടയിൽ വഷളായിട്ടുണ്ട്. അങ്ങനെയല്ലാതെ ഈ നിലവാരത്തിലുള്ള ഒരാളെയും ഞാൻ അറിയുകയില്ല എന്ന് ബിശ്റുൽ ഹാരിസ് റഹിമഹുല്ല അദ്ദേഹം പറയാണ്. അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞു, ലാ യജിദു ഹലാവത്തുൽ ആഖിറ റജുലുൻ യുഹിബ്ബു അൻ യഅരിഫഹു അന്നാസ്. ഒരാൾക്കും ആഖിറത്തിന്റെ മാധുര്യം, ആഖിറത്തിലെ സ്വർഗത്തിന്റെ പരലോകത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുകയില്ല ആളുകൾ തന്നെ അറിയണം എന്നിഷ്ടപ്പെടുന്നവനാണെങ്കിൽ. അപ്പൊ പരലോകത്തേക്ക് ചിന്തകളും മോഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെക്കാൻ, പരലോകത്തെ മധുരം നുണയാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ ദുനിയാവിൽ ആളുകൾക്കിടയിൽ അറിയപ്പെടാതെ അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കാൻ ഒരാൾ ആഗ്രഹിക്കണം. അല്ലാത്തിടത്തോളം പരലോകത്തിന്റെ രുചി നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്നാണ് ഹസൻ അൽ ബസ്രി റഹിമഹുല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി അൽ-ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടി കേൾപ്പിക്കുകയാണ്. ലഖദ് അദ്റക്തു അഖ്വാമൻ ഇൻ കാന അർ-റജുലു ലയജ്ലിസു മഅൽ ഖൗമി യറൗന അന്നഹു അയ്യുൻ. ഞാൻ ഒരു സമൂഹത്തോടൊപ്പം സഹവസിച്ചിരുന്നു. സഹാബത്തിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. താബിഈ ആണല്ലോ അൽ-ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ല. അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, അവരൊരു മജ്ലിസിൽ ആളുകളോടൊപ്പം ഇരിക്കുകയാണെങ്കിൽ യറൗന അന്നഹു അയ്യുൻ, ആളുകൾ മനസ്സിലാക്കും അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, അദ്ദേഹം ഒരു വിവരമില്ലാത്തൊരു പടു, എന്താ പറയാ, ജാഹിലാണ് എന്ന് ചിലപ്പോൾ ആളുകൾ അവരെ കുറിച്ച് മനസ്സിലാക്കും.
വമാ ബിഹി അയ്യുൻ. പക്ഷേ അവരാരും വിവരമില്ലാത്തവരോ അതല്ലെങ്കിൽ ഇൽമില്ലാത്തവരായിരുന്നില്ല. ഇന്നഹു ലഫഖീഹുൻ മുസ്ലിം, ഇസ്ലാമിലെ പണ്ഡിതനും ഫഖീഹും ദീനി വിജ്ഞാനങ്ങളിൽ അവഗാഹം നേടിയവരായിരിക്കും അവർ. പക്ഷെ സാധാരണക്കാർക്കിടയിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു ആലിമിൻ്റെയോ പ്രസിദ്ധനായവരുടെയോ അല്ലെങ്കിൽ പ്രശസ്തരായവരുടെയോ ശരീരഭാഷയോ അംഗപരിവേഷങ്ങളോ ഒന്നും ഇല്ലാതെ സാധാരണക്കാരായവരിയ്ക്കാറുണ്ടായിരുന്നു. ഇതായിരുന്നു മുൻഗാമികളുടെ പ്രത്യേകത. ഇന്ന് നേതാക്കന്മാരും അതല്ലെങ്കിൽ ഏതെങ്കിലും രംഗത്ത് മുൻനിരയിൽ നിൽക്കുന്നവരെയും പ്രത്യേകം നമുക്ക് ആൾക്കൂട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ആ രൂപത്തിലുള്ള ശരീരഭാഷയും എടുപ്പും നടപ്പും ഭാവവും ഇരുത്തവും ചേലവും കോലും വാഹനവും ഡ്രസ് കോഡും ഒക്കെ അങ്ങനെ. മുൻഗാമികൾ അവർക്കിടയിൽ വലിയ ഇമാമിയങ്ങളും പണ്ഡിതന്മാരും ഇരുന്നാൽ ആരാണ് അവരെ കൂട്ടത്തിൽ ആലിമു ജാഹിൽ എന്ന് വേർതിരിക്കാൻ പറ്റാതെ മനസ്സിലാകുമായിരുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് ഇഖ്ലാസിൽ സമ്പന്നമായി നിലനിൽക്കണമെങ്കിൽ ഈ ഒരു ദുഷിച്ച രോഗം ആളുകൾക്കിടയിൽ അറിയപ്പെടുക, ആളുകൾ തന്നെ കേൾക്കുക, ആളുകൾ തന്നെ അറിയുക, ആളുകൾക്കിടയിൽ ആളാവുക എന്ന ഈ ശുഹറത്തിന്റെ മോഹം നമ്മുടെ കൽബിൽ നിന്ന് പറിച്ചു നടണം. അത് കൽബിലാണ് അതിന്റെ സ്ഥാനം ഉണ്ടാവുക. കൽബിൽ നിന്ന് വേരോടെ അത് പിഴുതെറിയണം. എങ്കിലേ ഇഖ്ലാസുള്ള മുഖ്ലിസീങ്ങളായി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആസാറുകൾ നമുക്കതിന് സഹായകമാക്കുന്ന പ്രേരകമാക്കുന്ന കാര്യങ്ങളാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.